അരുൾ. അരുൾ എന്ന വാക്കിനർത്ഥം പ്രപഞ്ചത്തിൽ നിന്നുള്ള അരുളപ്പാട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു അറിവ് എന്നതാണ്. ഈ വാക്ക് ഞാൻ കടമെടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പ ദശകത്തിൽ നിന്നാണ്. അരുൾ അൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് ഈ ജീവതാരകം, അരുളുള്ളവനാണ് ജീവി എന്ന്. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു നമ്മളോട് പറയുന്നത്. ഒരു ജീവിക്ക് അരുൾ, അൻപ്, അനുകമ്പ ഇവ മൂന്നും ഉണ്ടായിരിക്കേണ്ടതാണെന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ നമ്മളുടെ സമകാലികമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ ഈ ഒരു വാക്യത്തിന് ഒട്ടേറെ പ്രസക്തിയുണ്ട്. ഈ അരുൾ എന്ന് പറയുന്നത് ഒരു പ്രണയകഥയാണെങ്കിലും അതിനോരം പറ്റി ആത്മീയതയും രാഷ്ട്രീയത്തെയും കൂടെ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ പ്രണയകഥയുടെ ഉള്ളിൽ തന്നെ ആത്മീയതയും രാഷ്ട്രീയവും കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ട്. നമ്മൾ സാമൂഹികമായിട്ടുള്ള പല പ്രശ്നങ്ങളെയും ഈ കഥയിലൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഫാസിസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ലക്ഷദ്വീപിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അട്ടപ്പാടിയിലെ മാതൃശിശു മരണങ്ങളും നീതിന്യായ വ്യവസ്ഥയിലെ പല ക്രമക്കേടുകളും അതേക്കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ ആക്ച്വലി അരുൾ എഴുതി തുടങ്ങിയത് ഒരു പ്രണയ നോവലായിട്ടാണ്. അപ്പൊ അരുൾ എന്ന പേര് പോലും ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രണയ നോവലായി എഴുതി തുടങ്ങിയ ഒരു പുസ്തകം, അതിലേക്ക് ക്രമേണ എൻ്റെ രാഷ്ട്രീയ നിലപാടുകളും എൻ്റെ ചിന്തകളും അതിലേക്ക് ബോധപൂർവം അല്ലാതെ കടന്നു കൂടിയതാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പുസ്തകം ഒരു അവസാന പർവ്വത്തിലേക്ക് എത്തിയപ്പോഴേക്ക് അതിൽ ഈ പറഞ്ഞതുപോലെ എൻ്റെ നിലപാടുകളും എൻ്റെ ചിന്തകളും ഇപ്പോൾ ഈ ലോകം എങ്ങനെയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ പല സംഭവങ്ങളോടും എങ്ങനെ പ്രതികരിക്കാമായിരുന്നു എന്നുള്ള ചിന്തകളൊക്കെ കൂടെ ചേർന്നപ്പോഴാണ് ആ പുസ്തകത്തിന് അരുൾ എന്നുള്ള പേര് നൽകിയാലോ എന്ന് ഞാൻ കരുതിയത്. ഒരു വളരെ വിരസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം, ഒരു നേർരേഖയിൽ ചലിക്കുന്ന പെൺകുട്ടിയുടെ ജീവിതം, അതിലേക്ക് ഒരു സായാഹ്നത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു സമ്മാനം വന്ന് ചേരുക, ഒരു പിടി മുല്ലപ്പൂക്കൾ. അപ്പോൾ ആ മുല്ലപ്പൂക്കൾ കിട്ടുന്നത് തൊട്ടിട്ട് അതുവരെ ഉണ്ടായിരുന്ന അവളുടെ ആ ജീവിതത്തിന്റെ വിരസത കംപ്ലീറ്റ് മാറുകയാണ്. അവളുടെ ജീവിതത്തിന് സന്തോഷം വരുന്നു. ആരാണത് അയച്ചതെന്ന് പോലും അവൾക്ക് അറിയില്ല. ആരാണ് അയച്ചതെന്നുള്ള ചോദ്യമുണ്ട്, അത് കിട്ടിയതിന്റെ സന്തോഷമുണ്ട്. അങ്ങനെ പലവിധ വികാരങ്ങളാൽ അവളുടെ ദിവസം തന്നെ മാറി മറിയുകയാണ്. അവളുടെ മുന്നോട്ടുള്ള കുറച്ച് ദിവസങ്ങൾ ആകെ ഒരു പ്രകാശം പരക്കുകയാണ്. ഇങ്ങനെ ഒരു ചെറിയ സംഭവത്തിൽ നിന്നാണ് ഞാൻ ആക്ച്വലി പ്രണയ നോവൽ എഴുതി തുടങ്ങിയത്. ഇപ്പോഴും എന്താ പറയാ, ചില സമയത്ത് ചില ദിവസങ്ങളിൽ വളരെ ഡൗൺ ആയി തോന്നുന്ന സമയത്ത് ഞാൻ സ്വയം മുല്ലപ്പൂക്കൾ വാങ്ങാറുണ്ട്, എനിക്ക് സന്തോഷം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ള പല സുഹൃത്തുക്കളും എനിക്ക് സമ്മാനമായിട്ട് മുല്ലപ്പൂക്കൾ തരാറുണ്ട്. അപ്പോൾ ഇതേപോലെ അങ്ങനെ ഒരു പ്രണയം ഒരാളുടെ ജീവിതത്തിൽ കൊണ്ടുവരാവുന്ന മാറ്റത്തെക്കുറിച്ചിട്ടും അവരുടെ ദിവസങ്ങളിൽ എങ്ങനെ പ്രകാശം കൊണ്ടുവരുമെന്നും ഉള്ളതും ഉദ്ദേശിച്ചിട്ടാണ് ഈ നോവൽ ഞാൻ എഴുതി തുടങ്ങിയത്, അതിലെ പ്രണയത്തെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഞാൻ ശരിക്ക് സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾക്കെതിരെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകണമെന്നും ആളുകൾ മൗനം വെടിഞ്ഞ് പ്രതികരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പല സുപ്രധാന കേസുകളുടെ വിധി വരുന്ന സമയത്തും അല്ലെങ്കിൽ പല നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രതികരണശേഷി ഇല്ലാതെ നിൽക്കുന്നതിന് പകരം പ്രതികരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നീതിക്കെതിരെ പോരാടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മളുടെ ഈ ജെൻസി പ്രൊട്ടസ്റ്റ് കാണുമ്പോൾ എനിക്ക് ആക്ച്വലി വളരെ അതിയായ സന്തോഷമുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ സ്വന്തം ജീവിതത്തെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നീതി മാത്രമാണ്, നീതി നടപ്പിലാക്കണമെന്നുള്ള ഉദ്ദേശത്തിനായിട്ട് ഒരു തലമുറ മൊത്തമായിട്ട് അവർ ജന്തർ മന്ദറിലേക്ക് ഇറങ്ങുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിലുള്ള ഭൂരിഭാഗം പേരും അവരെ പിന്തുണച്ച് മുന്നോട്ട് വരികയാണ്. അങ്ങനെ ആ സമരം അതിന്റെ ലക്ഷ്യം കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഒരുപാട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അരുൾ വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അരുളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാശത്തിന്റെ പോരാളികളെ കുറിച്ചിട്ട്. പ്രകാശത്തിന്റെ പോരാളികൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുന്നവരാണ്, യുദ്ധത്തിന്റെ കെടുതികളിൽ ഇരയായവരുടെ കൂടെ നിൽക്കുന്നവരാണ്, അനീതിക്കെതിരെ സംസാരിക്കുന്നവരാണ്. അങ്ങനെയുള്ള പ്രകാശത്തിന്റെ പോരാളികൾ റിയൽ ലൈഫിലും ഉണ്ടായിരുന്നെങ്കിൽ, യഥാർത്ഥ ജീവിതത്തിലും ഇതുപോലുള്ള ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തോന്നലാണ് ഈ നോവലിന്റെ രചനയിലേക്ക് എന്നെ എത്തിച്ചത്. ഇപ്പൊ ഈ ജെൻസി പ്രൊട്ടസ്റ്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ജെൻസി പ്രൊട്ടസ്റ്റില് ആത്മാർത്ഥമായിട്ട് പങ്കെടുത്ത ഓരോരുത്തരും ഇനി അവിടെ ഫിസിക്കലി പ്രസന്റ് അല്ലാതെ പോലും സമരത്തെ പിന്തുണച്ച ഓരോരുത്തരും പ്രകാശത്തിന്റെ പോരാളികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരെല്ലാവരും നീതി നടപ്പിലാക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരാണ്, വേദനിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവരാണ്.
നോവൽ വായിച്ച ഭൂരിഭാഗം പേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിലെ രാഷ്ട്രീയ സാധ്യതകളെയാണ്, അല്ലെങ്കിൽ അതിലെ രാഷ്ട്രീയ ചോദ്യങ്ങളെയാണ്. ഏറ്റവും കൂടുതൽ പേർ അതിൽ ചോദിച്ചിട്ടുള്ളത് ആനന്ദ് എന്ന ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ്. ആനന്ദ് എന്ന കഥാപാത്രത്തിന്റെ മീൻസ് സ്വഭാവത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ കുറിച്ചിട്ട്, അതായത് ആളൊരു പകുതി അർബൻ നക്സലൈറ്റ് ആണ്, പകുതി ബുദ്ധിസ്റ്റ് ആണ്. ഇതേക്കുറിച്ച് ആനന്ദിന്റെ കഥാപാത്രത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പലരും പറഞ്ഞു. അപ്പോൾ ആനന്ദിന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനന്ദ് എന്ന് പറയുന്ന പകുതി ബുദ്ധിസ്റ്റ് ആണ്, പകുതി അർബൻ നക്സലൈറ്റ് തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ബാക്കി കുറച്ചു പേർ, അതായത് പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ പ്രണയഭാഗമാണ്. അതായത് അനോണിമസ് ആയിട്ട് ഗിഫ്റ്റ് അയക്കുന്ന ഒരാളെ തേടി പോകുന്ന ഒരു പെൺകുട്ടി, അവളുടെ കൂട്ടുകാരനും. അപ്പോൾ ആ ഒരു പ്രണയത്തിന്റെ പാർട്ട്, ആ ഒരു ചേസിങ് പാർട്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പുതിയ തലമുറയ്ക്ക്. അപ്പൊ പുതിയ തലമുറയിലുള്ളവർ കൂടുതലും അതിലെ പ്രണയ ഭാഗത്തെയും, മീൻസ് കുറച്ച് മുതിർന്ന ആൾക്കാർ കൂടുതൽ അതിലെ രാഷ്ട്രീയ ചോദ്യങ്ങളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഒന്നും വിവാദത്തിന് തിരി തെളിയിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ഇതേ ചോദ്യം എനിക്ക് വായനക്കാരിൽ നിന്നും വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് മാവോയിസം അല്ലെങ്കിൽ അർബൻ നക്സലിസം എന്നുള്ളതിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ. ഞാൻ അങ്ങനെയൊന്നും അല്ല, പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ഇപ്പൊ നമ്മുടെ സി രാധാകൃഷ്ണൻ സാറിന്റെ മുൻപേ പറക്കുന്ന പക്ഷികൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് ചില നിലപാടുകളോടൊരു ഇഷ്ടം തോന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ അത്തരത്തിൽ ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ രാഷ്ട്രീയ നിലപാടുകളും ചിന്തകളും അതിൽ രൂപം കൊണ്ടു. അത്രയും ഞാൻ അതിനെ കുറിച്ചിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ ഈ ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ രാഷ്ട്രീയവും ആത്മീയതയും പ്രണയവും എല്ലാം തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നാണ്. ഇതൊന്നും ഇല്ലാതെ ഒന്നിനെ ഒന്ന് വേർതിരിച്ച് കാണുകയോ അല്ലാതെ ഇതൊന്നുമില്ലാതെ മറ്റൊന്ന് പൂർണ്ണമാവുകയോ ചെയ്യുന്നില്ല. ആത്മീയതയും പ്രണയവും രണ്ടും രണ്ടല്ല. ആത്മീയതയില്ലാതെ പ്രണയവും, പ്രണയമില്ലാതെ ആത്മീയതയില്ല. ഇപ്പോൾ ആത്മീയതയില്ലാതെയുള്ള പ്രണയം എന്ന് പറയുന്നത് അർദ്ധശൂന്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ നമ്മൾക്ക് ഈ ലോകത്തോട് തന്നെ പ്രണയമില്ലെങ്കിൽ നമ്മൾക്ക് ആത്മീയമായിട്ട് മുന്നേറാനും കഴിയില്ല. അതുകൊണ്ട് പരസ്പരം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ആത്മീയതയും പ്രണയവും ഒരുമിച്ച് വേണമെന്നേ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ തന്നെ അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ നോവൽ.